അപ്പൊ വെൽക്കം ടു കെയർ ടോക്സ് വിത്ത് അവോധ. പേര് ആ ശ്രീദേവ് അല്ലെ? അതെ. സ്ഥലം എവിടെയാണ്? ലൊക്കേഷൻ എവിടെയായിരുന്നു? ആലപ്പുഴയാണ് വീട് എൻ്റെ. വീട് ആലപ്പുഴയിലാണ്. ഓക്കെ. അപ്പൊ അതെ. അവോധയിൽ ഏത് കോഴ്സാണ് ചെയ്തിരുന്നത്? അവോധയിൽ ചെയ്തത് ഓട്ടോകാഡ് റെവിറ്റ് 3ds മാക്സ് എന്ന് പറഞ്ഞ കോഴ്സായിരുന്നു. ഓക്കെ ഓക്കെ. നമുക്കത് എത്ര ഡ്യൂറേഷനിൽ നമുക്കത് ചെയ്ത് തീർക്കാൻ പറ്റി, കോഴ്സ് തീർക്കാൻ പറ്റി? ഇത് ഏകദേശം എൻ്റെ 4 മാസം എടുത്തായിരുന്നു. ഒരു 6 മാസം വരെ അവോധ സമ്മതിക്കുക. ഓക്കെ. 4 മാസത്തിൻ്റെ അകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 മന്ത് കോഴ്സാണ്. നമ്മൾ 6 മന്ത് വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് 4 മന്തിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? അതെ അതെ. പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഡൗട്ട് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ക്ലിയർ ചെയ്തിരുന്നത്? പ്രീ റെക്കോർഡഡ് ആണെങ്കിൽ ഏകദേശം മൊത്തം അവർ കവർ ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയാസ്. പിന്നെ ഞങ്ങളുടെ ഐഡിയാസ് എങ്ങനെ ഇൻപുട്ട് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ ഡൗട്ട് ഉള്ളപ്പോൾ ഡൗട്ട്സിങ് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ആയിട്ട് ലിങ്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ കയറണം. രാത്രി 9 മണിക്കാണ് അവർ തരണത്. ഓട്ടോക്കാഡിൻ്റെ ഒക്കെ ആണെങ്കിൽ 7:30 തൊട്ടുണ്ട് പിന്നെ അല്ലാത്തതും. അപ്പം അത് വെച്ചിട്ട് കയറാറുണ്ട്. ഇടയ്ക്കൊക്കെ കയറി ചെയ്യാറുണ്ടായിരുന്നു. ഡൗട്ടൊക്കെ ചോദിക്കുക, ഓക്കെ ക്ലിയർ ഓക്കെ. ഒക്കെ അപ്പൊ ചെയ്ത് തരുമോ? ലൈവ് സെക്ഷനിൽ എല്ലാ ഡൗട്ടും അവർ ക്ലിയർ ചെയ്ത് തന്നിരുന്നു അല്ലെ? എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ. ഓക്കെ. ഇപ്പൊ ഏത് കമ്പനിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യണത്? ഇപ്പം മാപ്പിഡിന്റെ തന്നെ കേരള ഹോംസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഇതിലാണ് ഇന്റേൺഷിപ്പ് അത് ചെയ്യുന്നത്. വർക്ക് ഫ്രം ഹോം ആണ് കിട്ടിയിരിക്കുന്നത്? അതെ, വർക്ക് ഫ്രം ഹോം ആണ്. ഇപ്പം 3 മാസത്തെ ഇതിലാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എത്ര ടൈമായി? ഇപ്പൊ 2 മാസം ആകുന്നു. ഇപ്പൊ 2 മാസം കഴിഞ്ഞു ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ നമുക്ക് 2 മാസം കഴിഞ്ഞു. അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ, കമ്പനിയുടെ സൈഡിൽ നിന്നുള്ളത്? കമ്പനിയുടെ വർക്ക് സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ് ആ വർക്ക് അവര് എങ്ങനെ? പറഞ്ഞു തരും. അവര് പ്ലാനൊക്കെ തരാൻ നേരത്ത് നമ്മൾ ഓരോന്ന് ഓരോ സ്റ്റേജ് ആയിട്ട് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഓരോ പിക്ക് എടുത്ത് ഇങ്ങനെ അയക്കുമ്പോൾ അവർ പറഞ്ഞു തരും എന്താണ് അതിൻ്റെ പ്രോബ്ലം ആയിട്ടുള്ളത്. അത് അവർ കറക്റ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അവർ പറഞ്ഞു തരും. സപ്പോർട്ടീവ് ആണ്. ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. അവരിങ്ങനെ കറക്റ്റ് റെക്ടിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ വർക്ക് ആയിക്കൊണ്ടിരിക്കുമ്പോഴും. അപ്പൊ കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കിയാണ് നമ്മുടെ ക്ലിയർ ഒക്കെ അവർ ഡൗട്ട് ഒക്കെ അവർ ആ ക്ലിയർ ചെയ്ത് തരുന്നുണ്ടല്ലേ? ഡൗട്ടൊക്കെ അവർ ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ. പിന്നെ അവർ ഓരോ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. കുറച്ചും കൂടെ മോഡിഫിക്കേഷൻ വേണമെന്ന് ഇമ്പ്രൂവ് അവർ ചെയ്യാൻ വേണ്ടി. അഭിപ്രായപ്പെടും. ഇമ്പ്രൂവ് ചെയ്ത് അപ്പം നമ്മൾ ഓക്കെ കുറച്ചൊരു ലെവൽ വരെ ആകുമല്ലോ. ആ ഒരു ഇൻഡസ്ട്രിയിൽ വേണ്ട ആവശ്യമുള്ള ആ ലെവൽ വരെ എത്തിക്കും അവർ. ഓക്കെ അങ്ങനെ ഓക്കെ. ഇന്റേൺഷിപ്പിൽ ഹാപ്പിയാണ്? ഇന്റേൺഷിപ്പ് ഹാപ്പിയാണ്. ഓക്കെ ഓക്കെ. വർക്കൊക്കെ നമ്മളെ കിട്ടുന്നുണ്ട്. ഓക്കെ ജാബ് സെക്ഷൻ അറ്റൻഡ് ചെയ്തിരുന്നില്ലേ? ജാബ് അറ്റൻഡ് ചെയ്തായിരുന്നു. അതാണ് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു തരും. എന്താണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ ആവശ്യമുള്ളത്, എന്തൊക്കെ പ്രോസസ്സ്, എങ്ങനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് അവർ ഇൻഡസ്ട്രിയിൽ ആവശ്യം വരുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരും അവർ. അപ്പോൾ ഏതൊക്കെ ടൂൾസ് ഒക്കെ ആയിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവർ ഇന്റർവ്യൂ സെഷൻ പോലെ തന്നെയാണ് അവർ ജാബ് നടത്തുന്നത് ഏകദേശം. അപ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ അറ്റൻഡ് ചെയ്യുക അത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മളെ കൊണ്ട് ഇമ്പ്രൂവ്മെന്റ് കൂട്ടാം ജാബ് ഉപയോഗിക്കുമ്പോൾ. ഓക്കെ. ജാബ് ആ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റേൺഷിപ്പിലേക്ക് വരാൻ എത്ര ടൈം എടുത്തിരുന്നു? ജാബ് ഒരു 2 ആഴ്ചക്കുള്ളിൽ അവർ വിളിച്ചായിരുന്നു. ജാബ് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം വിളിച്ച്. അപ്പോൾ ഫസ്റ്റ് അടുത്ത ദിവസം തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുവാന്ന് ചോദിച്ച്. പിന്നെ ജോയിൻ ഓക്കെ. ചെയ്തു. എന്തായാലും ചാൻസ് മിസ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് join ചെയ്തു. അപ്പൊ ജാപ്പിനെ പറ്റി ഒരു റിവ്യൂ പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ജാബ് സെക്ഷന്റെ ഒരു റിവ്യൂ? ജാബ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് കുറച്ച് റിലീഫ് കിട്ടും. ഇപ്പം തുടക്കത്തിൽ എങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലല്ലോ. ഇന്റർവ്യൂ സ്റ്റാർട്ടിങ്ങിലാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല. അപ്പം ജാബ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എന്തായിരിക്കും അവർ ചോദിക്കാൻ പോണതെന്നുള്ളതൊക്കെ ഐഡിയാസ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഇമ്പ്രൂവ്മെന്റിന് അത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഈ ജാബ് അറ്റൻഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്നത്. ശ്രീദേവിന് ജാബ് സെക്ഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു, ഹെൽപ്പ് ചെയ്തു ഇന്റർവ്യൂവിൽ അല്ലേ? യൂസ്ഫുൾ ആയിരുന്നു. അതെ, യൂസ്ഫുൾ ആയിരുന്നു ഏകദേശം. പിന്നെ സാറും കുറച്ച് പറഞ്ഞു തരും എന്തുവാണ് റെസ്യൂമെ ഒക്കെ എങ്ങനെയാണ് വല്ല കുഴപ്പമുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ തിരിച്ച് റിപ്ലൈ ഒക്കെ ചെയ്ത് തരുന്നുണ്ട് ഏകദേശം. വല്ല കറക്റ്റ് വല്ലതും ചെയ്യണമെങ്കിലും അവർ പറഞ്ഞു തരും.
അപ്പൊ വേറെ എവിടെയെങ്കിലും ഈ കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ ഒക്കെ നോക്കിയിരുന്നു. ഇപ്പൊ കോഴ്സിന് അവോധയിൽ ചേരുന്നതിന് മുമ്പ് നമ്മൾ അവോധയുടെ ഫീസ് സ്ട്രക്ചർ അറിയാലോ, 2800 പേ ചെയ്തിട്ട് ആണ് നമ്മൾ കോഴ്സ് ചെയ്യണത്. അപ്പൊ ഇതേ കോഴ്സ് പുറത്ത് എവിടെയെങ്കിലും അന്വേഷിച്ചിരുന്നു? പുറത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പൊ 25 ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ അത്രയും ഇൻപുട്ട് ചെയ്തിട്ട് പിന്നെ ജോബിന് നോക്കാൻ അത്ര ഇതില്ലാത്തതുകൊണ്ടായിരുന്നു. ഇപ്പൊ 2800 ആയതുകൊണ്ട് പ്ലേസ്മെന്റും തരാന്ന് പറഞ്ഞു അവോധ. അപ്പം അതായിരിക്കും സേഫ് എന്ന് പറഞ്ഞിട്ട്, സേഫ് സൈഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അവോധയുടെ ആയിരുന്നു നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് ഇങ്ങനെ കയറിയത്. പ്ലേസ്മെന്റും തരും, പിന്നെ കുഴപ്പമില്ല, സേഫ് ആണ്, ജോബ് ഉറപ്പാണെന്ന് പറയാം. അപ്പൊ അത് വെച്ചാണ് അവോധയിൽ ഞാൻ കയറിയത്.